വെൽക്കം ബാക്ക് ടു മല്ലൂസ് കഫേ. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു പൊറോട്ട റോൾ റെസിപ്പിയുമായിട്ട്. ചിക്കൻ സ്റ്റഫ്ഡ് പൊറോട്ട റോളാണ്. പൊറോട്ട ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു. നമ്മുടെ പൊറോട്ട ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഒരു 7 പൊറോട്ടയാണ്. പൊറോട്ട ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേണ്ടത് ഒരു മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയ്ക്കകത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പെപ്പർ പൗഡറും ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ചിക്കൻ വെക്കാനുള്ള മസാല ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1.5 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. മൊത്തം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടുന്ന ഉപ്പ് ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗള് ലെറ്റ്യൂസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചീസും മയണൈസും ആണ്. ചീസ് ഞാനൊരു 5 ടീസ്പൂൺ അളവിലും മയണൈസ് ഞാനൊരു 7 ടീസ്പൂൺ അളവിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 7 പൊറോട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ശ്രദ്ധിക്കുക, നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. സ്മെല്ലില്ലാത്ത ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വെജിറ്റബിൾ ഓയിലോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അരിയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കനെ ആക്ച്വലി കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്നെങ്കിൽ ഫോർക്ക് വെച്ചിട്ട്, വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് നമുക്ക് കിളിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലൊന്ന് മാറ്റിയ ശേഷം മിക്സിക്കകത്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ഈ ഓയിലിനകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ആ ചിക്കനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം. ഒന്ന് വയറ്റുന്ന വരെ നമുക്കൊന്ന് ആ ഒരു ചിക്കൻ്റെ ഒരു പച്ചപ്പ് മാറിയ ഒരു വൈറ്റ് വരുന്നില്ലേ, അതൊന്ന് ഫുള്ളായിട്ടാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ കുറച്ച് മസാല ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് പഞ്ചസാര 1.5 ടീസ്പൂൺ അളവിൽ അത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഉപ്പ്, അത് 3ഉം ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആ ചിക്കൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനപ്പോൾ ചിക്കൻ നോക്കുന്നുണ്ട്, അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറി വന്നത് എല്ലാം വറ്റി നല്ല പോലെ ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു കണ്ടപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 2 സവോള, മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നമ്മളെല്ലാ വെജിറ്റബിൾസും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ലെറ്റ്യൂസാണ്. ലെറ്റ്യൂസ് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും പച്ചക്കറി ഷോപ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല സ്വാദാണ് ആക്ച്വലി ഈ ലെറ്റ്യൂസ് ആഡ് ചെയ്യുമ്പം. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ സാൻഡ്വിച്ചസിലും ഇങ്ങനത്തെ റോൾസിലൊക്കെ ലെറ്റ്യൂസ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ലെറ്റ്യൂസ് എപ്പോഴും വീട്ടിൽ കരുതാറുണ്ട്. അപ്പോൾ ലെറ്റ്യൂസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ക്യാബേജും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഉണ്ടാവും. ലെറ്റ്യൂസ് ആകുമ്പം ആക്ച്വലി ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആണല്ലോ, നല്ലൊരു സ്വാദാണ്. ആക്ച്വലി ഒരു പ്രത്യേക സ്വാദാണ് ലെറ്റ്യൂസ്.
അപ്പോൾ നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമായിരിക്കും ലെറ്റ്യൂസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനകത്ത് ഓൾറെഡി ഇത്രയും വെജിറ്റബിൾസിനുള്ള ഉപ്പും പെപ്പറും പഞ്ചസാരയൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ പച്ചമണം പച്ചക്കറിയുടെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചിക്കൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടൊന്ന് ആറ്റിയെടുക്കണം. ചെറിയൊരു ചൂടിൽ മാത്രം നമുക്ക് ചീസും മയണൈസും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചൂടാറുന്ന വരെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ബീറ്റ് ചെയ്തത് ഒരു തവി ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, ഒരു 7 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇതിനകത്തേക്ക് ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പൊറോട്ടയുടെ ഒരു സൈഡ് നമുക്ക് മുട്ട കൊണ്ട് നമുക്കൊരു ലെയർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് റെഡിയാവും. നമ്മുടെ പൊറോട്ട ഒന്ന് തിരിച്ചിടുവാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് അതിൻ്റെ എഗ് ലെയർ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഒന്ന് ആറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചീസ് 5 ടീസ്പൂൺ അളവിലുള്ള ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മയണൈസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ചീസൊന്ന് മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മയണൈസ് 7 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മയണൈസും കൂടി നമുക്കിതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മളിതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചെറിയ ചൂടിലാവുമ്പം ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് നമ്മുടെ മിക്സിങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് എല്ലാ പോർഷനിലും ചീസും മയണൈസും ഒന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചീസൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചീസും മയണൈസും ഒക്കെ നന്നായിട്ട് ഈ കൂട്ടിനകത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് റോള് സെറ്റ് ചെയ്യാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ മുട്ട വെച്ചുണ്ടാക്കിയ ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല തിക്കായിട്ട് വേണം നമ്മൾ ഫില്ലിങ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ശരിക്കും അതിനകത്ത് ആ ഫ്ലഫി ആയിട്ട് ആ ഒരു തിക്കായിട്ട് ആ ഒരു നമ്മുടെ ഫില്ലിങ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1.5 ടീസ്പൂൺ അളവിൽ കൂടുതൽ പെപ്പർ പൗഡർ നിങ്ങൾ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെപ്പറിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. നമുക്ക് ആ ഉണ്ടാക്കുന്ന റോളിൻ്റെ ടേസ്റ്റ് തന്നെ ഇല്ലാണ്ടാവും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, അത് 1 ടീസ്പൂൺ ആക്കി കുറച്ചാലും പ്രോബ്ലം ഇല്ല, പക്ഷേ 1.5 ടീസ്പൂണിൽ കൂടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴ്വശം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ മുകൾ വശവും ഒന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റോൾസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ലോക്ക്ഡൗൺ കാലത്തിൽ നമുക്ക് പുറത്തെങ്ങും പോയി ഇങ്ങനത്തെ റോൾസൊക്കെ കഴിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും വിഷമം വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സാലഡ്സോ കെച്ചപ്പോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ട റോളാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക് യു.